ഹലോ, എല്ലാവർക്കും നമസ്കാരം. കോശങ്ങളും കോശജാലങ്ങളും എന്ന ചാപ്റ്ററിലെ അവസാന ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജന്തുകോശമാണ്. നമുക്കറിയാം, സസ്യശരീരം പോലെ തന്നെ അല്ലെങ്കിൽ സസ്യങ്ങളെപ്പോലെ തന്നെ ജന്തുക്കളുടെ ശരീരവും പലതരം കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണല്ലേ. അപ്പം ഇതിൽ എന്തൊക്കെയാണ്? കോശദ്രവ്യം അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. ഏറ്റവും പുറമേയുള്ള ഭാഗം ജന്തുകോശത്തിൽ കോശഭിത്തിയാണോ? അല്ല, കോശസ്തരമാണല്ലേ. അപ്പം ജന്തുക്കളിൽ കോശഭിത്തി ഇല്ല, പകരം കോശസ്തരമാണ് ഉള്ളത്. കോശസ്തരം അല്ലെങ്കിൽ എന്ത് പറയാം, പ്ലാസ്മ സ്തരം എന്നും പറയുന്നു. ഇത് മർമ്മമാണല്ലേ, ഏറ്റവും സെൻറ്ററിലായിട്ട് കാണിച്ചിരിക്കുന്ന ആ ഭാഗം കോശമർമ്മം. ഇതേതാണ് ഭാഗം? ഇത് ഇങ്ങനെ പഠിച്ചത് നമ്മൾ കോശാംഗങ്ങൾ. അന്തർദ്രവ്യ ജാലിക, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. ഇനി ഇത് ഈ ഒരു പോർഷൻ ബാഗ് പോലെ കാണുന്നു, ഗോൾഗി വസ്തു. ഇതെല്ലാവർക്കും അറിയാം, സംശയമൊന്നുമില്ല. മൈറ്റോകോൺട്രിയ ഇത് കേട്ടോ, ഇത് മൈറ്റോകോൺട്രിയ. ഓക്കെ, ഇത്രേ തന്നിട്ടുള്ളൂ. ഇത് കണ്ടോ, സെൻട്രിയോൾ. അതിൻ്റെ ധർമ്മം തന്നിട്ടുണ്ട്. കോശ വിഭജനത്തിന് സഹായിക്കുന്നു. ലൈസോസോം അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നു. അപ്പം സസ്യകോശങ്ങളിൽ കാണപ്പെടാത്ത ചില കോശാംഗങ്ങൾ ജന്തുകോശങ്ങളിൽ കാണപ്പെടുന്നുണ്ട്, ചിലത് കാണപ്പെടുന്നുമില്ല. ഏതെല്ലാമാണ് അവ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ PSC പരീക്ഷകൾക്കായാലും അല്ലേ, കോശഭിത്തി നമുക്കിതിൽ ആവശ്യമുള്ളതാണ്, അതുകൊണ്ട് പറഞ്ഞുതരാം. കോശഭിത്തി എന്ന് പറയുന്നത് സസ്യകോശത്തിലുണ്ട്, ജന്തുകോശത്തിൽ കോശഭിത്തി ഇല്ല. ഇത് സംരക്ഷണം അല്ലേ, കോശത്തിൻ്റെ സംരക്ഷണം, കവചമായിട്ട്. സെൻട്രിയോൾ സസ്യകോശത്തിലില്ല, ജന്തുകോശത്തിൽ ഉണ്ട്. കോശവിഭജനമാണ് ധർമ്മം. ജൈവകണങ്ങൾ സസ്യകോശത്തിലുണ്ട്, പഠിച്ചല്ലോ. ജൈവകണങ്ങൾ ഹരിതകണം, വർണ്ണകണം, ശ്വേതകണം പഠിച്ചു. ജന്തുകോശത്തിലില്ല. ജൈവകണത്തിൻ്റെ ധർമ്മം എന്തായിരുന്നു? ആഹാര നിർമ്മാണം, സംഭരണം. ആഹാര നിർമ്മാണം, സംഭരണം. ലൈസോസോം ആണെങ്കിലോ സസ്യകോശത്തിൽ ഇല്ല കേട്ടോ, ജന്തുകോശത്തിലുണ്ട്. ധർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ, അന്യവസ്തുക്കളെ. രോഗാണുക്കൾ തന്നെയാണ് അന്യവസ്തു. രോഗാണുക്കളെ നശിപ്പിക്കുന്നു, ലൈസോസോം. ഇനി ജന്തുകലകൾ ഭയങ്കര സിമ്പിളായിട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ. ജന്തുകലകൾ പ്രധാനമായും നമുക്ക് ജന്തുകലകൾ എന്ന് പറയുന്നത് 4 തരത്തിലാണ്. ആവരണകല, സംയോജകകല, പേശികല, നാഡീകല. ആവരണകല ശരീരത്തിൻ്റെ പ്രതലങ്ങളെയും ആന്തരിക അവയവങ്ങളെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ആവരണം അല്ലേ, ആവരണം എന്ന് വെച്ചാൽ തന്നെ കവറിങ് എന്നാണ് അർത്ഥം. പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത്. വിവിധ പദാർത്ഥങ്ങളുടെ ആഗിരണത്തെ സഹായിക്കുന്നു. പദാർത്ഥങ്ങളുടെ ആഗിരണത്തെ സഹായിക്കുന്നു. ശ്ലേഷ്മം പോലുള്ള സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. നമുക്കറിയാമല്ലേ, നമ്മുടെ ആവരണകല, ത്വക്ക് ആവരണകലയാണ്. നമ്മുടെ സ്കിന്ന് പുറമേ ആണല്ലോ, സംരക്ഷണമാണ്. ഇത് വിയർപ്പ് തുള്ളികൾ, പിന്നെ ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് ഫ്രഷായിട്ട് പോയാലും ചിലപ്പോൾ എണ്ണമയമൊക്കെ വരും അല്ലേ നമ്മുടെ സ്കിന്നിൽ. ശ്ലേഷ്മം പോലുള്ള സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു ആവരണകല. ഇനി സംയോജകകല ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് താങ്ങ് നൽകുന്നു. ഞാനീ പറഞ്ഞ ആവരണകലയുടെ ഇതെന്ന് പറയുന്നത് മനുഷ്യരിൽ മാത്രമല്ല, ഞാനിപ്പോൾ വിയർപ്പ് അല്ലെങ്കിൽ എണ്ണമയം എന്ന് പറഞ്ഞത് മറ്റു ജീവികളിലും ഉണ്ട് കേട്ടോ, മനുഷ്യരുടെ മാത്രമല്ല, പല ജീവികളിലും പല രീതിയിലാണ് ഈ സ്രവങ്ങൾ. ഇനി സംയോജക കലയാണ്. കണക്റ്റീവ് ടിഷ്യൂ എന്നാ പറയുക. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് താങ്ങ് നൽകുന്നു, വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കണക്റ്റീവ് ടിഷ്യൂ, സംയോജിപ്പിക്കുന്നു അല്ലേ, ബന്ധിപ്പിക്കുന്നു വിവിധ ഭാഗങ്ങളെ. അസ്ഥി, രക്തം, നാരുകല എന്നിവ സംയോജക കലകളാണ്. അപ്പം സംയോജക കലകൾക്ക് ഉദാഹരണമാണ് അസ്ഥി, രക്തം, നാരുകല.
ഈ അസ്ഥിയൊക്കെ ബന്ധിപ്പിക്കുന്നില്ലേ നമ്മുടെ മസിൽസിനെ, പേശികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നില്ലേ അസ്ഥി? രക്തമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എല്ലാ പദാർത്ഥങ്ങളെയും സംവഹിച്ചു കൊണ്ടുപോയിട്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് രക്തം ഒഴുകുന്നത് തന്നെ അല്ലേ. പേശികല ശരീരചലനത്തെ സഹായിക്കുന്നു. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കുവാനും കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ ശരീരചലനത്തെ സഹായിക്കുന്ന കലകളാണ് പേശികല. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി, ഇവർക്ക് സങ്കോചിക്കാനും, ഇപ്പം കൈമുട്ട് മടക്കുന്നു, നിവർത്തുന്നു, നമ്മൾ കാലുകൊണ്ട് നടക്കുമ്പോൾ കാല് മടക്കുന്നു, സ്ട്രെയിറ്റ് ആകുന്നു. ഇതെല്ലാം ഈ പേശികലയ്ക്ക് സങ്കോചിക്കുവാനും പൂർവ്വസ്ഥിതി പ്രാപിക്കുവാനും കഴിവുള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ ചലിക്കാൻ കഴിയുന്നത്. അടുത്തത് നാഡികലയാണ്. സന്ദേശവിനിമയം സാധ്യമാക്കുന്നു. നമ്മൾ ന്യൂറോൺ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടല്ലേ. ന്യൂറോൺ, നെർവ് ടിഷ്യൂ, അത് സന്ദേശവിനിമയമാണ്. അവയവങ്ങളിൽ നിന്നും തലച്ചോറിലേക്ക്, തലച്ചോറിൽ നിന്ന് അവയവങ്ങളിലേക്ക്. ഓക്കെ, അവയവങ്ങൾ എന്ന് വെച്ചാൽ ഗ്രാഹികൾ. ഓരോ അവയവങ്ങൾക്കും ഗ്രാഹികളുണ്ട് അല്ലേ. പുറമേ നിന്നുള്ള സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് തലച്ചോറിൽ എത്തിക്കുന്നു. തലച്ചോറ് അത് പ്രോസസ്സ് ചെയ്ത് തിരിച്ച് അവയവങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മളത് കണ്ണാണെങ്കിൽ കാണുന്നു, ചെവിയാണെങ്കിൽ കേൾക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് സന്ദേശവിനിമയം സാധ്യമാക്കുന്നു. ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു നാഡീകല. ശാരീരിക പ്രവർത്തനം നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ടതാണല്ലോ. അപ്പം ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീകലയാണ്. ഇതെല്ലാം ഹയർ ക്ലാസ്സസിൽ ഇതിൻ്റെ വിശദമായിട്ട് പഠിക്കും കേട്ടോ. ഇനി വിത്തുകോശം എന്താണെന്ന് നോക്കാം കേട്ടോ. വിത്തുകോശം പേശികോശങ്ങൾ, നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ എന്നിങ്ങനെ വിവിധ തരം കോശങ്ങളായി വികസിക്കാൻ കഴിയുന്ന രക്തത്തിലെ സവിശേഷ കോശങ്ങളാണ് വിത്തുകോശം. അതായത് ഒരു പ്രത്യേക കോശത്തിന് ഇതാണ് അത് വിത്തുകോശം എന്നാണ് പറയുന്നത്. ഈ കോശത്തിന് ശരീരത്തിലെ മറ്റ് കോശങ്ങളൊക്കെയായി മാറാൻ കഴിയും. ഓക്കെ, മറ്റ് കോശങ്ങളൊക്കെയായി മാറാൻ കഴിയും. നാഡീകോശമായി മാറാം, രക്തകോശമായി മാറാം, ആവരണകോശം, പേശികോശം ഒക്കെ ആയിട്ട് മാറാൻ കഴിയും. അത്തരം കോശങ്ങളാണ് വിത്തുകോശങ്ങൾ അഥവാ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് കേട്ടോ വിത്തുകോശം. ശരീരത്തിലെ മറ്റേത് കോശവുമായും മാറാൻ കഴിയുന്ന കോശങ്ങളാണ് വിത്തുകോശങ്ങൾ എന്ന് പറയുന്നത്. പുതിയ ഇനം കോശങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുമെന്നതിനാൽ അവയെ ശരീരത്തിൻ്റെ മാസ്റ്റർ കോശങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പം മാസ്റ്റർ കോശങ്ങൾ എന്ന് പറയുന്നത് എന്തിനാണ്? വിത്തുകോശങ്ങളാണ്. വിത്തുകോശങ്ങളാണ് മാസ്റ്റർ കോശങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് മാസ്റ്റർ കോശങ്ങൾ എന്ന് പറയുന്നത്? അവർക്ക് പുതിയ തരത്തിലുള്ള കോശങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും. ഇപ്പം നമ്മൾ ഈ സ്റ്റെം സെൽസ് ആണ് ട്രീറ്റ്മെൻറ്റിനൊക്കെ അല്ലേ, മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻസിന് അല്ലേ, അവരുടെ കോശങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പം അത്തരം കോശങ്ങൾ സൃഷ്ടിച്ചെടുക്കാനായിട്ട് ഈ വിത്തുകോശങ്ങളെ ഉപയോഗിക്കാം. അതുകൊണ്ട് അവരെ മാസ്റ്റർ കോശങ്ങളെന്ന് വിളിക്കുന്നു. ജീർണിച്ച കോശങ്ങളെ ഒഴിവാക്കി പുതിയ കോശങ്ങൾ വളരാനും മുറിവുകൾ ഉണങ്ങാനും വിത്തുകോശങ്ങൾ സഹായിക്കും. ഇപ്പോൾ ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ മീൻസ് അവിടുത്തെ കോശങ്ങൾ നശിച്ചു എന്നാണ്. അപ്പോൾ വിത്തുകോശങ്ങൾ അവിടെ പുതിയ കോശങ്ങൾ വളരാൻ സഹായിക്കുന്നു. ഓക്കെ, ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വിത്തുകോശങ്ങൾക്ക് സവിശേഷ പ്രാധാന്യമുണ്ട്. ഇനി ഉള്ളത് വേണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്റർ. വളരെ ചെറിയ ചാപ്റ്ററാണ്, ഈസിയാണ് പഠിക്കാം. നമുക്കിതൊന്ന് നോക്കാം. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ദൃശ്യപ്രകാശം. അങ്ങനെയെങ്കിൽ ഇലക്ട്രോൺ കിരണാവലി എന്താണ്? സംശയമൊന്നുമില്ല അല്ലേ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അതായത് ദൃശ്യപ്രകാശം ഉപയോഗിച്ചിട്ടാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് പ്രവർത്തിക്കുന്നത് ഇലക്ട്രോൺ കിരണാവലി, ബീം ഓഫ് ഇലക്ട്രോൺസ് ഉപയോഗിച്ചിട്ടാണ്. സസ്യകോശം ഒരു യൂക്കാരിയോട്ടാണ്. സസ്യകോശം എന്താണ്? ഒരു യൂക്കാരിയോട്ടാണ്. യൂക്കാരിയോട്ട് എന്ന് വെച്ചാൽ എന്താ? വ്യക്തമായ മർമ്മമുള്ള കോശമാണ് യൂക്കാരിയോട്ട്. അപ്പം സസ്യകോശം എക്സാമ്പിളാണ്. അപ്പോൾ പ്രോക്കാരിയോട്ടാണ് എന്ത്? ബാക്ടീരിയ. പ്രോക്കാരിയോട്ടുകളാണ് ബാക്ടീരിയ. അടുത്തത് അന്തർദ്രവ്യജാലിക. കോശദ്രവ്യത്തിലെ പദാർത്ഥ സംവഹനമാണ് അന്തർദ്രവ്യജാലിക ചെയ്യുന്നത്. ഊർജത്തിൻ്റെ സംഭരണ വിതരണ കേന്ദ്രമാണ് ഇത്? മൈറ്റോകോൺട്രിയ. ഓക്കെ, ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സസ്യകോശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക കേട്ടോ. എന്ന് വെച്ചാൽ സസ്യകോശവുമായി ബന്ധപ്പെട്ടതല്ലത് അല്ലാത്തതെന്നൊക്കെ നമുക്ക് ചോദിക്കാറല്ലേ. അതുപോലെ സെൻട്രോസോം കാണപ്പെടുന്നു. സസ്യകോശത്തിൽ സെൻട്രോസോം ഉണ്ടോ? ഇല്ല കേട്ടോ. പ്ലാസ്മ സ്തരം കാണപ്പെടുന്നില്ല.
സസ്യകോശത്തിൽ കോശഭിത്തി ഉണ്ടെന്നറിയാം അല്ലേ, പലതവണ റിപ്പീറ്റ് ചെയ്തു. കോശഭിത്തി ഉണ്ടെന്ന് വെച്ച് പ്ലാസ്മസ്തരം ഇല്ല എന്നർത്ഥമുണ്ടോ? ഇല്ല, പ്ലാസ്മസ്തരം കാണപ്പെടുന്നുണ്ട്. അപ്പം കാണപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് തെറ്റാണ് കേട്ടോ. ജൈവകണങ്ങൾ കാണപ്പെടുന്നു, ശരിയാണ്. താരതമ്യേന വലിയ ഫേനമുണ്ടായിരിക്കും, ശരിയാണ്. സെൻട്രോസോം അതിൻ്റെ ഫങ്ഷൻ കോശവിഭജന സമയത്താണെന്ന് പറഞ്ഞു അല്ലേ. കോശവിഭജനത്തിന് സഹായിക്കുന്നു എന്നാണെന്ന് നമ്മൾ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ സെൻട്രോസോം കാണപ്പെടുന്നില്ലെങ്കിൽ ഇതിനർത്ഥം സസ്യകോശത്തിൽ കോശവിഭജനം നടക്കുന്നില്ലേ? ഉറപ്പായും ഉണ്ട്. അപ്പം ഹയർ പ്ലാന്റ്സിൽ, മെജോറിറ്റി പ്ലാന്റ്സിൽ, സസ്യങ്ങളിൽ സെൻട്രോസോമിന് പകരം മൈക്രോ ട്യൂബ്യൂൾസ് എന്ന സ്ട്രക്ചറാണ് കാണപ്പെടുന്നത് കേട്ടോ. ഇവരാണ് കോശ വിഭജനത്തിന് സഹായിക്കുന്നത്. അത്രയൊക്കെയുള്ളൂ. അടുത്തത് നോക്കാം, ഇതും കൂടി ചെയ്തേക്കാം. പ്രോട്ടീനുകൾ, ലിപ്പിഡുകൾ എന്നിവ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ സഹായിക്കുന്നത്. ഇവിടെ താഴെ ബോക്സ് ഉണ്ട്, ഇതിൽ നിന്നും എടുത്തെഴുതണം. പ്രോട്ടീനുകളെയും ലിപ്പിഡുകളെയും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് ആരാണ് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്? പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് ഗോൾഗി വസ്തുക്കളാണല്ലേ, ഗോൾഗി. പ്രോട്ടീനുകളെ ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ, പ്രോട്ടീൻ നിർമ്മിക്കുന്നത് ചോദിച്ചാൽ, പ്രോട്ടീൻ നിർമ്മാണം അത് റൈബോസോമാണേ. അതിന് ലക്ഷ്യസ്ഥാനത്തേക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് ഗോൾഗി വസ്തുക്കൾ. സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന വർണ്ണവസ്തുക്കൾ കാണുന്നത് ഹരിതകണത്തിലാണ്. പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രം ഇവിടെ ഉണ്ടല്ലേ, റൈബോസോം. അന്നജം, എണ്ണ, പ്രോട്ടീൻ എന്നിവ സംഭരിക്കുന്നു. നമ്മൾ പഠിച്ചല്ലേ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ. ശ്വേതകണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. താങ്ക് യു. പുതിയൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം.